നമസ്കാരം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. കേരളവും അതിൽ നിന്ന് പുറത്തല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നാലും പ്രതിപക്ഷ നേതാവായിരുന്നാലും അദ്ദേഹത്തിന് പോലും ഇല്ലാത്ത നിയമപരിരക്ഷയും ആനുകൂല്യങ്ങളും മകൾ വീണ വിജയന് വേണമെന്ന് വാശി പിടിക്കുന്നത് ന്യായമെന്താണ്? ഒരു കേസ് അന്വേഷണ വിധേയമാകുമ്പോൾ അതിന്റെ പിന്നാലെ ഉണ്ടാകുന്ന നിയമ നടപടികളെ നിയമപരമായി നേരിടാതെ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന മുദ്ര ചാർത്തി കുരയ്ക്കാനും കടിക്കാനും തയ്യാറുള്ള അണികളെ കരുവാക്കി രാഷ്ട്രീയ നാടകം കളിക്കുന്നതും അറസ്റ്റ് തടയുന്നതും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതും ആരായാലും അത് ശുദ്ധ നെറിയേടാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് കോടതികളെ ഭീഷണിപ്പെടുത്തുന്ന രാഷ്ട്രീയം അപകടകരമാണ്. അന്വേഷണ ഏജൻസികളെ തെരുവിൽ തടയുന്ന രാഷ്ട്രീയം അതിലും അപകടകരമാണ്. എന്നാൽ നിയമപരമായ അന്വേഷണത്തിനായി എത്തിയ ഉദ്യോഗസ്ഥരെ ജനക്കൂട്ടത്തെ അണിനിരത്തി ആക്രമിക്കാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല, ഭരണഘടനയും നിയമവാഴ്ചയും നേരിടുന്ന വെല്ലുവിളി കൂടിയാണ്. അന്വേഷണം നടക്കുമ്പോൾ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാം, നിയമപരമായി എതിർക്കാം, ഉദ്യോഗസ്ഥരുടെ നടപടികളെ വിമർശിക്കാം. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ശാരീരികമായി തടയുകയോ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലും ന്യായീകരിക്കാനാവില്ല. കാരണം ഇന്ന് ആക്രമിക്കപ്പെടുന്നത് ഒരു ED ഉദ്യോഗസ്ഥനാണെങ്കിൽ നാളെ അതൊരു പോലീസ് ഉദ്യോഗസ്ഥനോ വരുമാന നികുതി ഉദ്യോഗസ്ഥനോ കോടതി ജീവനക്കാരനോ ആരുമാകാം. അപ്പോൾ നഷ്ടമാകുന്നത് നിയമത്തിന്റെ അധികാരമാണ്. അതിന് മുട്ടൻ പണി കിട്ടാൻ പോവുകയാണ് എന്ന് പിണറായിയുടെ വാലാട്ടികൾ ഉറപ്പിച്ചു. ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന അക്രമം ഉന്നത നേതാക്കൾ ഉൾപ്പെടെ ഗൂഢാലോചനയാണെന്ന വിമർശനവുമായി ED ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രതികളുടെ ജാമ്യം എതിർത്ത് കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സാഹചര്യ തെളിവുകളിൽ നിന്ന് ഇത് വ്യക്തമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരുടെ മുന്നിൽ വെച്ചാണ് അക്രമം നടന്നത്. ഇവരുടെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ അണികൾക്കുള്ള സിഗ്നലായിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ നേതാക്കൾ പ്രേരിപ്പിച്ചു. CPM നടത്തിയ ആഴത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അക്രമത്തിനു പിന്നിലുണ്ടെന്നും ED പറയുന്നു. പ്രാദേശികമായ ക്രമസമാധാന പ്രശ്നം അല്ല അവിടെ നടന്നത്, നിയമവാഴ്ചയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. CPM പാർട്ടിയോ നേതൃത്വമോ നിലവിലെ കേസിന്റെ അന്വേഷണ പരിധിയിലില്ല. പ്രതി വീണ താമസിക്കുന്ന വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. എന്നിട്ടും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വീണ വിജയൻ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളാണ്. ഈ കാരണത്താൽ അന്വേഷണത്തിൽ നിന്ന് പ്രത്യേക പരിഗണന ലഭിക്കണമെന്ന വാദം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വത്തോടു തന്നെ വിരുദ്ധമാണ്. ഒരു സാധാരണ പൗരന് ബാധകമായ നിയമം രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്കും ബാധകമാണ്. കുറ്റം തെളിയിക്കുക കോടതിയുടെ ഉത്തരവാദിത്വമാണ്. അന്വേഷണം നടത്തുക അന്വേഷണ ഏജൻസിയുടെ ഉത്തരവാദിത്വമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ അന്വേഷണത്തെ നേരിടേണ്ടത് നിയമപരമായ രേഖകളിലൂടെയും കോടതികളിലൂടെയുമാണ്, തെരുവിലെ സംഘർഷങ്ങളിലൂടെ അല്ല. അന്വേഷണത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ നിയമപരമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കാം. എന്നാൽ ഉദ്യോഗസ്ഥരെ തടയുന്ന രീതിയിലുള്ള പ്രതിഷേധം അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നാലും നിയമവാഴ്ചയെ ദുർബലപ്പെടുത്തുന്ന നടപടിയായാണ് കാണപ്പെടുക. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം സമരങ്ങളുടെ ചരിത്രമാണ്. എന്നാൽ സമരവും നിയമലംഘനവും ഒരുപോലെയല്ല. പ്രതിഷേധത്തിനും അക്രമത്തിനുമിടയിൽ വ്യക്തമായ അതിരുണ്ട്. ജനാധിപത്യത്തിന്റെ ശക്തി വാദപ്രതിവാദത്തിലാണ്, കയ്യേറ്റത്തിലല്ല. ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് പ്രതിഷേധിക്കുക ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലെങ്കിൽ അവകാശമാണ്. എന്നാൽ പൊതുപ്രവർത്തനം നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടത്തുന്നത് അതിരുവിട്ട നടപടിയാണ്. ED സംബന്ധിച്ച് രാഷ്ട്രീയ വിവാദങ്ങൾ ഇന്ത്യയിൽ പുതുമയല്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നുവെന്ന വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. മറുവശത്ത് നിയമലംഘനങ്ങളെ അന്വേഷിക്കുക ഏജൻസികളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രണ്ട് നിലപാടുകളും ജനാധിപത്യ ചർച്ചയുടെ ഭാഗമാകാം. എന്നാൽ ആ ചർച്ചയുടെ അന്തിമ ഉത്തരം ഒരുക്കേണ്ടത് തെരുവല്ല, കോടതികളാണ്. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതിന് ഭരണഘടന നൽകിയിരിക്കുന്ന നിയമപരമായ പരിഹാരങ്ങൾ ലഭ്യമാണ്. ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാം, അന്വേഷണ നടപടികൾ ചോദ്യം ചെയ്യാം, രേഖകൾ സമർപ്പിക്കാം. എന്നാൽ നിയമപരമായ പ്രക്രിയയെ ശാരീരികമായി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ ആത്മാവിന് തന്നെ വിരുദ്ധമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലാണോ പ്രതിപക്ഷത്തിലാണോ എന്നത് ഇവിടെ പ്രധാനമല്ല. ഇന്നൊരു പാർട്ടി അന്വേഷണ ഏജൻസിക്കെതിരെ അക്രമം ന്യായീകരിച്ചാൽ നാളെ മറ്റൊരു പാർട്ടിയും അതേ മാതൃക പിന്തുടരാൻ സാധ്യതയുണ്ട്. അതിന്റെ അവസാനം നിയമത്തിന്റെ ആധിപത്യം ദുർബലമാവുകയും ജനാധിപത്യ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം ക്ഷയിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഒരേ നിയമമാണ് ഉറപ്പു നൽകുന്നത്. അതിൽ സാധാരണക്കാരനും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ അന്വേഷണം നടക്കുന്നത് ഒരു പ്രത്യേക പദവിക്കെതിരെയല്ല, ആരോപണങ്ങളോടാണ്. ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അത് നിയമപരമായി തെളിയിക്കപ്പെടണം. ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും നിയമപ്രകാരം നിർണ്ണയിക്കപ്പെടണം. രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പലപ്പോഴും അന്വേഷണ ഏജൻസികളുടെ എല്ലാ നടപടികളെയും നേരിട്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. ജനാധിപത്യത്തിൽ സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശം ഉറപ്പായുമുണ്ട്. എന്നാൽ ഓരോ അന്വേഷണവും രാഷ്ട്രീയ പ്രതികാരമാണെന്ന നിഗമനത്തിലെത്തുന്നതിന് മുൻപ് അതിൻ്റെ നിയമപരമായ അടിസ്ഥാനവും കോടതികളുടെ ഇടപെടലും തെളിവുകളും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനവും കോടതികളുടെ പരിശോധനയ്ക്ക് വിധേയമാണ് എന്നതും മറക്കാൻ പാടില്ല. കേരളം ഉയർന്ന രാഷ്ട്രീയ ബോധമുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് രാജ്യത്തിന് നൽകേണ്ട സന്ദേശം നിയമത്തെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെതായിരിക്കണം. എതിരാളിയെ തോൽപ്പിക്കാൻ ജനക്കൂട്ടത്തെ ഉപയോഗിക്കുന്നതിനേക്കാൾ ശക്തമായ ആയുധം സത്യവും തെളിവുകളും നിയമവുമാണ്. അന്വേഷണ ഏജൻസികൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് ഇതിൽ എന്ന് പറയാതിരിക്കാനാവില്ല. അവർ നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും പരിധിക്കുള്ളിൽ പക്ഷപാതരഹിതമായി പ്രവർത്തിക്കേണ്ടവരാണ്. അതേസമയം രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ പ്രവർത്തകർക്കും അതേ ഭരണഘടനയെ ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്വവുമുണ്ട്. ഈ രണ്ട് തൂണുകളിലൂടെയാണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത്. ഈയിടെ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിയമാനുസൃത അന്വേഷണം നടക്കണം. കുറ്റകൃത്യം നടന്നതായി തെളിഞ്ഞാൽ ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കപ്പെടണം. അതാണ് നിയമവാഴ്ചയുടെ അർത്ഥം. അക്രമത്തിന് രാഷ്ട്രീയ നിറം നൽകി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും മറുവശത്ത് അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് കുറ്റമുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നതും ഒരുപോലെ ഒഴിവാക്കേണ്ടതാണ്. ജനാധിപത്യത്തിന്റെ ശക്തി അക്രമത്തിലല്ല, നിയമത്തിന്റെ ശക്തിയിലാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന വിശ്വാസമാണ് ഒരു റിപ്പബ്ലിക്കിന്റെ യഥാർത്ഥ കരുത്ത്. ആ വിശ്വാസം നിലനിർത്തണമെങ്കിൽ അന്വേഷണത്തെയും പ്രതിഷേധത്തെയും ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിർത്താൻ കഴിയണം. ഇന്നത്തെ ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമുള്ളത് രാഷ്ട്രീയ വൈരാഗ്യത്തെക്കാൾ ശക്തമായ നിയമവാഴ്ചയാണ്. ആരോപണങ്ങൾ കോടതിയിൽ നേരിടപ്പെടട്ടെ, തെളിവുകൾ നിയമപരമായി പരിശോധിക്കട്ടെ. കുറ്റമില്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കപ്പെടട്ടെ. കുറ്റമുണ്ടെങ്കിൽ നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകേണ്ടതുമുണ്ട്. പക്ഷേ ഒരു സാഹചര്യത്തിലും ഉദ്യോഗസ്ഥർക്കെതിരായ അക്രമം ജനാധിപത്യത്തിൻ്റെ ഭാഷയാകരുത്. അതിന് വ്യക്തമായ നിയമപരമായ മറുപടിയാണ് ഒരു ഭരണഘടനാ രാഷ്ട്രം നൽകേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നെഞ്ചിലേക്ക് കൈ ഉയർത്തുന്ന നിമിഷം ജനാധിപത്യത്തിന്റെ നെഞ്ചിലേക്കാണ് ആ പ്രഹരം പതിക്കുന്നത് എന്ന നയം പിണറായിയുടെ വേട്ടപ്പട്ടികൾ മറക്കരുത്.